ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. ഇന്നലെ ജീത്തു ജോസഫ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയുടെ ടീസർ ഇറങ്ങി, മിറാഷ്. ഒന്നും പറയാനില്ല, നല്ല നല്ല ടോപ്പ് നോച്ച് ടീസറായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ മോഷൻ പോസ്റ്ററും നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ജീത്തു ജോസഫ് അറിയാമല്ലോ, ആ ബ്രാൻഡ് തന്നെ അറിയാമല്ലോ, അത് എന്ത് കൈൻഡ് ഓഫ് സിനിമയാണെന്നുള്ളൊരു പ്രതീക്ഷ. കൂടുതലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ത്രില്ലർ തന്നെ ആയിരിക്കും. ത്രില്ലറിൽ ഏത് ജോണർ എന്നുള്ളതാണ് നമ്മളിനി സിനിമ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അത് കൂടുതലും പോർട്രേ ചെയ്യപ്പെടാറുള്ളൂ. സിനിമ ഇറങ്ങുമ്പോഴേ സിനിമ എന്താണെന്നുള്ളത് നമ്മളറിയത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം അങ്ങനത്തുള്ള സിനിമകളാണ്. ഇന്നലെ ടീസർ കണ്ടപ്പോഴും തോന്നിയത് ഇത് എന്ത് കൈൻഡ് ഓഫ് ത്രില്ലർ ആണെന്നുള്ളതാണ്. ഒരു പിടിയും കിട്ടുന്നില്ല. അതൊരു സൈക്കോളജിക്കലാണോ, മിസ്റ്ററി വൈബ് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഔട്ട് ആൻഡ് ഔട്ട് മിസ്റ്ററി ത്രില്ലറാണോ, അല്ലെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് സൈക്കോളജിക്കലാണോ, ഓർ ക്രൈമാണോ എന്നുള്ളത് ആണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. കാരണം ആ ഒരു രീതിയിൽ ഇത് ഏത് ഏരിയയിലാണ് തൊട്ടിരിക്കുന്നത് എന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. ഒരു പിടിയും തരുന്നില്ല എന്നാണ് തോന്നിയത്. പിന്നെ ടീസറിലെ കട്ട്സൊക്കെ കണ്ടപ്പം നല്ല വൈബ് കിട്ടുന്നുണ്ട്, നല്ല ഫീലുണ്ട്. കട്ട്സൊക്കെ നല്ല രസമാണ്, ടൈറ്റിൽസൊക്കെ എഴുതി കാണിക്കുന്നതും. പിന്നെ ഈ ജിത്തു ജോസഫ് ഫിലിം ആദ്യത്തെ പ്രൊഡക്ഷൻ ക്രെഡിറ്റ്സ് കാണിച്ചതിന് ശേഷം ജിത്തു ജോസഫ് ഫിലിം എന്നെഴുതി കാണിക്കുന്നതൊക്കെ, ആ മ്യൂസിക്കും, പിന്നെ ഓരോ ഷോട്ട്സ് വരുന്നതും, ആസിഫ് അലിയും ഷോട്ട്സ് വരുന്നതും, പിന്നെ അതിനുശേഷം ബാലമുരളിയുടെ ഷോട്ട് വരുന്നതും, പിന്നീട് ഇവരെ കമ്പയിൻ ചെയ്തിട്ട് ഷോട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഈവൻസിലേക്ക് കടക്കുന്ന പോലത്തെ കുറേ ഷോട്ട്സും കാണിച്ചു. പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിനാണെന്ന് ഒന്ന് കാണിച്ചിരിക്കുന്നത്, ബാക്കിയുള്ള ഷോട്ട്സിലെല്ലാം. ആൻഡ് ഒന്നും പറയാനില്ല, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ ഒരു സപ്പോർട്ടുണ്ട് സിനിമയ്ക്ക് എന്ന് തോന്നുന്നു. ആൻഡ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് E4 എൻ്റർടൈൻമെൻറ്റ്സ്, നാഥ് സ്റ്റുഡിയോസ്, 717 ആൻഡ് ബെഡ് ടൈം സ്റ്റോറീസ്. ഇവരെ ഒരു ടീമാണ്. ബെഡ് ടൈം സ്റ്റോറീസ് എനിക്ക് തോന്നുന്നു അത് ജീത്തു ജോസഫിൻ്റെ ഒരു കൺട്രോളിലുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസാണെന്ന് തോന്നുന്നു. ആൻഡ് അതിൻ്റെ സ്റ്റോറി ചെയ്തിരിക്കുന്നത് അപർണ താരാക്കാട് എന്ന് പറഞ്ഞിട്ടൊരു ആളാണ്. പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയപ്പം നല്ലൊരു ഇതാണ് കാണിച്ചിരിക്കുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റ്, യോഗ പ്രാക്ടീഷണർ, ആർട്ടിസ്റ്റ് എന്നൊക്കെയാണ് ക്രെഡിറ്റ്സ് കിടക്കുന്നത്. പിന്നെ ശ്രീനിവാസ് അബ്രോഡ്, അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടും നല്ല ഒരുപാട് ഒരു ക്രിയേറ്റീവ് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കക്ഷിയാണെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഇതൊരു സിനിമയും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതും അവാർഡ്സിനൊക്കെ പോയിട്ടുള്ളതാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു ഇങ്ങനൊരു ടീമുമായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയത് പ്രതീക്ഷിക്കാം. പിന്നെ ജീത്തു ജോസഫിൻ്റെ മിക്കവാറുമുള്ള ത്രില്ലറുകൾക്കെല്ലാം ഒരു ക്യാപ്ഷൻ ഉണ്ടാവില്ല ടൈറ്റിലിനും കൂടെ. ഇപ്പം ദൃശ്യത്തിന് വിഷ്വൽസ് ക്യാൻ ബി ഡിസീവിങ്, ഊഴത്തിന് ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം, നേരിന് സീക്കിംഗ് ജസ്റ്റിസ്, അൺവെയിലിംഗ് ദ ഷാഡോസ് ടു ഓഫ് മാൻ. അങ്ങനെയുള്ള ടൈറ്റിൽസിനകത്തുള്ളത് പോലെ തന്നെ ഇതിനകത്തും ഒരു ക്യാപ്ഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ പേരിന് നല്ലതായിട്ട് മാച്ച് ആവുന്ന ഒരു സാധനം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ജീത്തു ജോസഫ്, ആസിഫ് അലി, അവർ ടീമിൻ്റെ മൂന്നാമത്തെ സിനിമയാണിത്. ആദ്യം കൂമൻ, ഇപ്പം രണ്ടാമത് ഇറങ്ങിയ ലെവൽ ക്രോസ്. കൂമൻ അത്യാവശ്യം നല്ല രസമുള്ളൊരു സിനിമയായിരുന്നു, ഒരു ടൈം ലൈനിൽ വരെ. അവസാനമൊക്കെ ഒരു വല്ലാത്ത രീതിയിലാണ് സിനിമ എൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും കൂമൻ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് സിനിമ. ലെവൽ ക്രോസും നല്ല ക്വാളിറ്റിയുള്ള സിനിമയായിരുന്നു. ആൻഡ് അപർണ ബാലമുരളിയായിട്ടുള്ള രണ്ടാമത്തെ സിനിമയാണ് ജീത്തു ജോസഫിൻ്റെ. ആദ്യത്തെ സിനിമ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല, മിസ്റ്റർ ആൻഡ് മിസ്സസ് റൗഡി. ആൻഡ് നമുക്ക് ഇനി പ്രതീക്ഷിക്കാം, വെയിറ്റിംഗ് ഫോർ മിറാഷ്. ഉടൻ തന്നെ റിലീസിംഗ് ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല, ഉടൻ തന്നെ തിയേറ്ററിലേക്ക് എത്തും. ബൈ, റെട്രോ കാതികൻ.